അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതിയായ അധ്യാപകൻ ഡോക്ടർ MK റാമിന് മുൻകൂർ ജാമ്യമില്ല. രണ്ടാം പ്രതിയായ ഡോക്ടർ സംഗീത നമ്പ്യാർക്ക് തലശ്ശേരി സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നൽകി. ജാതിയുടെ പേരിൽ വ്യാജ പ്രചാരണമടക്കം നടത്തിയ റാമിന് കോടതിയിൽ തിരിച്ചടി കിട്ടിയെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ K. അജിത് കുമാർ പറഞ്ഞു. ചില വിമർശനങ്ങൾ പോലും വന്നിരുന്നു. ഒന്നാം പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ ജാമ്യം കിട്ടാൻ സാധ്യതയുണ്ട് എന്ന രീതിയിൽ. ഏതായാലും കോടതിയിൽ അദ്ദേഹത്തിന് തിരിച്ചടി നേരിട്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം. ജാതിയുടെ പേരിൽ പോലും കോടതിയിൽ തെറ്റായ പ്രസ്താവന നൽകി രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ശ്രമം അദ്ദേഹം ആരംഭിച്ചിരുന്നു. അത് പ്രോസിക്യൂഷനും പോലീസും പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. ഡോക്ടർ സംഗീതയ്ക്ക് മുൻകൂർ ജാമ്യം നൽകിയതിനെതിരെ മേൽക്കോടതിയെ സമീപിക്കുമെന്ന് നിതിന്റെ പിതാവ് രാജൻ. ഡോക്ടർ സംഗീത നിതിനെ നിരന്തരം അവഹേളിച്ചതിന്റെ തെളിവുകൾ പോലീസിന് നൽകിയിട്ടുണ്ട്. ജാമ്യം നൽകിയ തീരുമാനം ലജ്ജാകരം. പോലീസ് അന്വേഷണത്തിൽ കുടുംബം തൃപ്തരല്ലെന്നും നിതിന്റെ പിതാവ്. ഈ പോലീസ് എല്ലാം ഒത്തുകളിക്കുകയായിരുന്നു. കാരണം അവരെ ആരോ സംരക്ഷിക്കുന്നു. അതാണ് ഇതിൽ വന്ന ഇത്. ഏറ്റവും അങ്ങേയറ്റം ലജ്ജാകരമാണ് ഈ വിധി. ഈ വിധിയെ എനിക്കൊരിക്കലും എൻ്റെ കുടുംബത്തിന് ഒരിക്കലും സന്തോഷം നൽകില്ല. അവർക്ക് യാതൊരു കാരണവശാലും ജാമ്യം നിഷേധിക്കും. രണ്ടുപേരെയും കുറ്റക്കാരാണ്. എത്രയും പെട്ടെന്ന് തന്നെ ബഹുമാനപ്പെട്ട കോടതികൾ അത് അങ്ങനെ ചെയ്തെങ്കിൽ മേൽക്കോടതിയെ സമീപിച്ച് അവർക്ക് തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുത്തത് തന്നെയാണ് എൻ്റെ കുടുംബത്തിൻ്റെയും താല്പര്യം. വിവരങ്ങളുമായി നിഖിൽ അളവൂരാണ് ചെയ്തത്. നിഖിൽ, ഈ കുടുംബം ഈ പോലീസ് അന്വേഷണത്തിൽ ഒട്ടും തൃപ്തരല്ല എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അഞ്ജലി, ഏതായാലും അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ 1ാം വർഷ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിലെ 1ാം പ്രതിയാണ് ഡോക്ടർ റാം. 2ാം പ്രതി ഡോക്ടർ സംഗീത നമ്പ്യാരാണ്. രണ്ടുപേരും ഈ കോളേജിലെ അധ്യാപകരാണ്. റാം അവിടുത്തെ വകുപ്പ് മേധാവിയായിരുന്നു. പിന്നീട് നടപടിയെടുത്ത് പുറത്താക്കിയതാണ്. ഏതായാലും ഡോക്ടർ റാമിനെതിരെ ഉള്ള 2 കുറ്റങ്ങളും നിലനിൽക്കും. അതായത് പട്ടികജാതി പട്ടികവർഗ അതിക്രമ നിരോധന നിയമവും ആത്മഹത്യാ പ്രേരണ കുറ്റവും, ഈ രണ്ടും നിലനിൽക്കും എന്ന ഒരു വിലയിരുത്തലിലേക്ക് തന്നെയാണ് കോടതി എത്തിയതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള പൂർണ്ണമായ ഉത്തരവ് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അപ്പോഴാണ് കോടതി എന്തൊക്കെയാണ് ഇതിൽ നിരീക്ഷണം നടത്തിയിരിക്കുന്നതെന്ന് വ്യക്തമാവുക. എന്നാലും പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിച്ച വാദങ്ങളെല്ലാം കോടതി അംഗീകരിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം, റാം ഈ കേസിൻ്റെ തുടക്കം മുതൽ വാദിച്ചുകൊണ്ടിരുന്ന കാര്യം ഇത്തരത്തിൽ ജാതി അധിക്ഷേപം നടത്തിയിട്ടില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ പ്രോസിക്യൂഷൻ കൃത്യമായി ഇക്കാര്യത്തിൽ വാദിച്ചത് ജാതി പറഞ്ഞധിക്ഷേപിച്ചില്ല എങ്കിൽ പോലും താഴ്ന്ന ജാതിയിൽപ്പെട്ടയാളാണ് നിതിൻ രാജ് എന്ന് മനസ്സിലാക്കി നിതിൻ രാജിനോട് ആ നിലയ്ക്കാണ് പെരുമാറിയിരുന്നത്, നിരന്തരം അവഹേളിച്ചിരുന്നത് താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരാൾ എന്ന നിലയിലാണ് എന്നുള്ള വാദമാണ് ഉയർത്തിയത്. അതിനൊപ്പം തന്നെ ഇങ്ങനെ ഒരു വാദത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയും SC/ST അതിക്രമ നിരോധന നിയമത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയും റാം കോടതിയിൽ താൻ ST വിഭാഗത്തിൽപ്പെട്ടയാളാണ് എന്നൊരു വാദം ഉന്നയിച്ചിരുന്നു. പക്ഷേ റാം പറയുന്ന ബജേന്ദ്ര എന്ന് പറയുന്ന ജാതി താൻ അതിലാണ് ഉൾപ്പെടുന്നതെന്നതായിരുന്നു റാമിൻ്റെ വാദം. എന്നാൽ ഈ ജാതി ഉൾപ്പെടുന്നത് OBC വിഭാഗത്തിലാണ് എന്ന വാദം തെളിവുകൾ സഹിതം കോടതിക്ക് മുൻപാകെ പ്രോസിക്യൂഷൻ അവതരിപ്പിക്കുകയും കോടതി അത് അംഗീകരിക്കുകയും ചെയ്യുകയാണ് ചെയ്തത്. മറ്റൊന്ന്, ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട് പ്രിൻസിപ്പലിൻ്റെ മുറിയിൽ വെച്ച് ശകാരിച്ചതിൻ്റെ മനോവിഷമത്തിലാണ് നിതിൻ രാജ് ജീവനൊടുക്കിയതെന്നും തനിക്ക് അതിൽ പങ്കില്ല എന്നുമായിരുന്നു റാമിൻ്റെ വാദം. എന്നാൽ പ്രിൻസിപ്പലിൻ്റെ മുറിയിൽ ഈ സംസാരങ്ങളെല്ലാം നടക്കുമ്പോൾ തൊട്ടടുത്ത സ്റ്റാഫ് റൂമിൽ മുഴുവൻ സമയവും റാം ഉണ്ടായിരുന്നു. ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട പരാതി നൽകാൻ ലതാ ശശിധരൻ എന്ന അധ്യാപികയെ പ്രേരിപ്പിച്ചത് റാമാണ് തുടങ്ങിയ കാര്യങ്ങൾ തെളിവുകൾ സഹിതം, അതായത് 12:20 മുതൽ 2 മണിവരെയുള്ള CCTV ദൃശ്യങ്ങൾ ഹാജരാക്കി പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നു. ഇക്കാര്യങ്ങളും കോടതി അംഗീകരിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും റാമിനെതിരെ ചുമത്തിയ 2 കുറ്റങ്ങളും നിലനിൽക്കും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രണ്ടാമത്തെ പ്രതിയായ സംഗീത നമ്പ്യാർ ഉന്നയിച്ച പ്രധാന വാദം, താൻ ഈ സംഭവം നടക്കുന്ന ദിവസം നാട്ടിലുണ്ടായിരുന്നില്ല. 10-ാം തീയതിയാണ് നിതിൻ രാജ് ജീവനൊടുക്കുന്നത്. 8-ാം തീയതി താൻ മംഗലാപുരത്തേക്ക് പോയതാണ്. പിന്നീട് തിരിച്ചു വന്നത് ഈ സംഭവങ്ങൾക്കൊക്കെ ശേഷമാണ്. അതിൻ്റെ ട്രെയിൻ യാത്രാ രേഖകൾ, അതിൻ്റെ ടിക്കറ്റ് ഉൾപ്പെടെ കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഇത് കോടതി പരിഗണിച്ചു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് സംഗീതയ്ക്ക് മുൻകൂർ ജാമ്യം നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കോടതി എത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഈ സംഗീതയ്ക്ക് ജാമ്യം നൽകിയതിനെതിരെ ഇപ്പോൾ ഏതായാലും കുടുംബം രംഗത്ത് വരികയാണ്. പോലീസിനെതിരെ തുടക്കത്തിൽ തന്നെയുള്ള ഒരു വിമർശനം ഈ പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് പബ്ലിക് പ്രോസിക്യൂട്ടറും ഈ വിധിക്ക് ശേഷം അക്കാര്യം പറയുകയുണ്ടായി. ഈ പ്രതികൾ രക്ഷപ്പെടുമെന്ന തരത്തിൽ പ്രചാരണങ്ങളുണ്ടായിരുന്നു, പോലീസിനെതിരെ വിമർശനങ്ങളുണ്ടായിരുന്നു. പക്ഷേ കൃത്യമായ അന്വേഷണവും തെളിവുകളും
എല്ലാമായി മുന്നോട്ട് പോയതോടുകൂടി ഡോക്ടർ റാമിനെ മുൻകൂർ ജാമ്യം നൽകുന്നില്ല, അങ്ങനെ മുൻകൂർ ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യം ഇല്ലാതായി എന്ന് പ്രോസിക്യൂഷൻ പറയുന്നുണ്ട്. പക്ഷേ സംഗീത നമ്പ്യാരുടെ കാര്യത്തിൽ അത്തരത്തിൽ തെളിവുകൾ ഇല്ല എന്നതാണ് ഇക്കാര്യത്തിൽ ഒരു ഘടകമായി നിൽക്കുന്നത്. ഏതായാലും കുടുംബവും ഒപ്പം തന്നെ കുടുംബത്തിന് വേണ്ടി ഇന്ന് ഹാജരായ അഭിഭാഷകനും എല്ലാം തന്നെ പറയുന്നത് മേൽക്കോടതിയെ സമീപിക്കും, വിധിപ്പകർപ്പ് ലഭിച്ച് ഏത് സാഹചര്യത്തിലാണ് സംഗീത നമ്പ്യാർക്ക് ഇത്തരത്തിൽ ജാമ്യം നൽകിയതെന്ന് പരിശോധിച്ചതിന് ശേഷം തുടർ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നതാണ് അവരുടെ നിലപാട്. ഏതായാലും നിയമ പോരാട്ടം ഇക്കാര്യത്തിൽ തുടരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇനിയിപ്പോൾ റാമിന്റെ അറസ്റ്റിലേക്ക് കുടുംബം പോലീസ് അന്വേഷണത്തിൽ തൃപ്തരല്ല. വിവരങ്ങൾ നൽകിയത് നിഖിലാണ്. മറ്റൊരു